എന്താ അറിഞ്ഞ ആ നമ്മളാ ഭാസ്കരനെ ആരോ കൊന്നിട്ടുണ്ട്. ഇരുന്ന് പറയും. നമ്മളെ ഭാസ്കരനെ ആരാ അങ്ങാടിയിൽ കൊന്നിട്ടുണ്ട്. ഏത് തൊടിയിലെ ഭാസ്കരനെ? ആ തൊടിയിലെ ഭാസ്കരനെ. നീ നമ്മളെ മിഞ്ഞാന്ന് ആ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? ആ ഓനെ നീ അന്റെ പേരൊക്കെ പറയുന്നുണ്ട്, ദാസൻ എന്നൊക്കെ പറയുന്നുണ്ട് ആ നാട്ടുകാര്. ആ പോലീസുകാരും നാട്ടുകാരൊക്കെ കൂടി. അല്ല, എന്റെ പേര് എന്തിനു പറഞ്ഞു? എന്താ അറിയാം, അവർ പറഞ്ഞേക്കുന്നുണ്ട്. ഞാന് അതിനും വണ്ടി പോകാൻ ബാക്ക് കൂടെ. നാട്ടുകാരൊക്കെ ഉണ്ടോ അവിടെ? ആ എല്ലാരും ഉണ്ട്. 1 മണിക്കൂർ മുന്നേ കൊന്നിട്ടാ തോന്നുന്നുണ്ട്. പോലീസുകാരുണ്ട്. അങ്ങാടി ആൽമാരല്ലേ, അതിന്റെ ചോട്ടിലാണ്. അല്ല, നമ്മളേറ്റ് പ്രശ്നം ഉണ്ട് എന്ന് പറയുമ്പോ നമ്മളെ പേര് പറയാതെ കൂലല്ലേ? എന്താ അറിയാം, പേരൊക്കെ പറയുന്നുണ്ട്, ദാസൻ എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. ഇതിനെ കുറിച്ച് തന്നെയാണ് പറയണേ. എന്നെ കുറിച്ചാന്ന് അറിയില്ല, ദാസൻ ഒക്കെ പറയുന്നത്. ദാസൻ അവിടെ കാണുന്നില്ല എന്നൊക്കെ പറയുന്നു. ഒരുപാട് നാട്ടുകാരത് വാങ്ങി തിന്നല്ലേ, ചിലപ്പോ ആരെങ്കിലൊക്കെ കൊന്ന് തള്ളിട്ടിട്ടുണ്ടാവും. അതിന് മാത്രം ചെറ്റത്തരം ചെയ്യലില്ലേ? എന്നാലും കൊല്ലാനൊക്കെ പാടുന്ന ദാസ. ആരെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. കാരണം അതിന് മാത്രം തെറ്റും തെമ്മാടിത്തരല്ലേ ചെയ്ത് നടക്കണേ. ഒരു മനുഷ്യജീവല്ലേ, അങ്ങനെ കൊല്ലാൻ പാടുണ്ട. അതല്ലടാ ഞാൻ പറഞ്ഞത്. അയാള് എവിടെ പോയാലും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കണേ. ഏതായാലും കൊന്നോലെ ഏതായാലും പെട്ടിക്കണ്. നാട്ടുകാരും പോലീസ് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് ഉള്ളത്. അപ്പൊ നമ്മക്ക് പണിയാവോന്നുള്ള. ഞാൻ ആ വൈക്ക് പോണില്ല, എന്നെ കാണാനായിട്ടാ ഞാൻ ഓടി പോകുന്നത് ഇങ്ങോട്ട്. അതല്ലെങ്കിലും അങ്ങനെയാണ്. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. നമ്മൾ വാങ്ങനെ വേണ്ടി വരും. കാരണം എത്ര ആളുകളെ എത്ര എത്ര മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കിന്. നമ്മളിപ്പോ എത്ര ദിവസമായിട്ട് ഇറങ്ങാറാക്കണേ. ഈ ഞാൻ എന്നിട്ട് ഒരു പ്രശ്നം കണ്ടല്ലേ എന്തിനെ പിടിച്ച് തള്ളി പേരൊക്കെ പറയോ? കഥാ പേടി. എന്താ രാസ, ഞാൻ പറഞ്ഞ ഏതായാലും 2 ആഴ്ച പോവട്ടാ. എന്നെക്കൂടെ പയ്യ അങ്ങാടിക്ക് ഇറങ്ങാൻ. തെറ്റ് ചെയ്തോനെ എന്തായാലും കിട്ടും. എന്തായാലും ഇതിന്റെ കൂടെ പോരേണ്ടി പോര്. ഞാൻ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇവിടുന്ന് സ്ഥലം വിടും. പേടിച്ചോടെ എന്നെ കിട്ടില്ല. ഞാൻ പോവട്ടാ. യൂട്ടോ ഞാൻ പോകും. യൂട്ടോ